കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, വചനം കേൾക്കാൻ തൽപരരായ പ്രിയമുള്ളവരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ കരുണയാൽ ഒരിക്കൽ കൂടി എനിക്ക് വചനം പറയാനും നമുക്കെല്ലാവർക്കും കേൾക്കാനും ഗ്രഹിപ്പാനും ബലപ്പെടുവാനും ദൈവം തരുന്ന ഈ നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. അതോടൊപ്പം ദൈവത്തിന് ഒരുപാട് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് ഇന്നും ദൈവാനുഗ്രഹത്തിൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തിയിലെ 18-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് എന്നെ വളരെ ചിന്തിപ്പിച്ച ചില ചിന്തകൾ, നമുക്ക് ധന്യമാകാൻ, നമ്മുടെ പിരിമുറുക്കം മാറാൻ, നമുക്ക് കാര്യങ്ങൾ ഗ്രഹിപ്പാൻ ദൈവാത്മാവ് ബോധ്യപ്പെടുത്തേണ്ടതിന് ഞാൻ ആ വാക്യം വായിച്ചുകൊണ്ട് ചിന്തകളിലേക്ക് കടക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവൻ ആഖായിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അടുത്ത വാചകങ്ങളാണ് ശ്രദ്ധേയം. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. അവിടെ എത്തിയാറെ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. അപ്പല്ലോസ് യോഹന്നാൻ സ്നാപകൻ്റെ ഉണർവ് കൂട്ടത്തിൻ്റെ ഒരു ഭാഗമായി യോഹന്നാൻ്റെ സ്നാനമൊക്കെ സ്വീകരിച്ച് ആത്മീക തൽപരനായിരുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് വരുത്തുന്ന കാര്യമാണ് അക്വിലാസും പ്രിസ്കില്ലയും. അവർ രണ്ടുപേരും പൗലോസ് അടക്കമുള്ള അനേക ദൈവദാസന്മാർക്ക് വളരെ സൈലൻ്റായി കൈത്താങ്ങൾ കൊടുത്ത ഒരു കുടുംബമാണ്. കർത്താവിനെ സ്നേഹിക്കുന്ന, ദൈവവേലയെ സ്നേഹിക്കുന്ന, ദൈവരാജ്യത്തെ സ്നേഹിക്കുന്ന, ദൈവദാസന്മാരെ സ്നേഹിക്കുന്ന, ആത്മാക്കൾക്കായി ദാഹിക്കുന്ന ദമ്പതികൾ. അവർ അപ്പോസ്തോലിക ഗണത്തിൽപ്പെട്ടവരല്ല, ശുശ്രൂഷകന്മാരുടെ മുൻനിര പ്രവർത്തകരുമല്ല. പക്ഷേ ദൈവത്തെയും ദൈവരാജ്യത്തെയും ദൈവവചനത്തെയും ദൈവദാസന്മാരെയും സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള വഴി ദൈവമായിട്ടുണ്ടാക്കും. ആരോടും പ്രതിബദ്ധതയില്ല, ആരുമായിട്ട് നമുക്ക് വലിയ ബന്ധമൊന്നുമില്ല. ദൈവരാജ്യം നമുക്ക് ബാധകമല്ല, ദൈവവേല നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. കർത്തൃദാസന്മാർ അവരെ ആരെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെയുള്ള ചിന്താഗതിക്കാർക്ക് ഈ ലോകത്തിൽ ദൈവിക പദ്ധതിയിൽ ഒന്നും ചെയ്യാൻ അവർ നോക്കുമ്പോൾ കാണുകയില്ല. ഞാനിപ്പോൾ എന്നാ ചെയ്യാനാ, എന്നെ ഇതൊന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. എന്നാൽ ധന്യമായ കുടുംബജീവിതം നയിച്ചു പോകുമ്പോൾ തന്നെ, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ പോകുമ്പോൾ തന്നെ ഈ ദമ്പതികൾ ഒത്തിരി പേർക്ക് കൈത്താങ്ങലായി, ഒരുപാട് പേരെ പിടിച്ചു നിർത്തി, ഒത്തിരി പേരെ ധന്യരാക്കി. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ ആകാൻ നമുക്കും പറ്റും എന്നൊരു വാക്ക് അക്വിലാവിനെയും പ്രിസ്കില്ലയെയും ഈ അപ്പല്ലോസിനെ കാര്യങ്ങൾ ബോധിപ്പിച്ച് കർത്തൃദാസനായി അപ്പോസ്തോലിക നിരയിലേക്ക് കൊണ്ടുവരുവാൻ ഉപയോഗിക്കപ്പെട്ട ദമ്പതികളാണ് അവർ. നമുക്കും ചിലരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാം. നമുക്ക് പതുക്കെ പുറകോട്ട് മാറി നിന്നിട്ട് ചിലരെ മുന്നോട്ട് കയറ്റിവിടാം. ഒന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് നോക്കി, സ്വർഗത്തിൻ്റെ ലിസ്റ്റിനകത്ത് നിങ്ങളും കാണും. ആ പ്രയോജനം ഏറെ ഗുണകരമായി തീരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇവിടെ അക്വിലാവും പ്രിസ്കില്ലയും അല്ല ഇന്നത്തെ വിഷയം, അപ്പല്ലോസാണ്. ചിലരുടെ കിടത്തി പറഞ്ഞാൽ അപ്പല്ലോസും അല്ല, അപ്പല്ലോസിനും അപ്പുറം നമ്മൾ ഓരോരുത്തരുമാണ്. നാം അറിയേണ്ട കാര്യമാണ്. എന്താണ് 27-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തെടുത്തിരിക്കുന്നത്? അവിടെ എത്തിയാറെ അപ്പല്ലോസ് ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. അപ്പല്ലോസ് വിശ്വസിച്ചവർക്ക്. ഞാൻ ഇന്ന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്, ഹെഡിങ് കൊടുത്തിരിക്കുന്നത്, എല്ലാവരും എല്ലാവർക്കും പ്രയോജനപ്പെടുകയില്ല എന്നാണ്. അതൊരു നെഗറ്റീവ് ഹെഡിങ് ആയിട്ട് കണക്കാക്കരുത്, സത്യമായിട്ട് കണക്കാക്കണം. എല്ലാവരും ഒന്നും എല്ലാവർക്കും പ്രയോജനപ്പെടുകയില്ല. ഇവിടെ നമ്മുടെ ഭാഗമാണ് നമ്മൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പല്ലോസ് ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. വിശ്വസിച്ചവർക്ക് പ്രയോജനമായി തീർന്നു. ആരെ വിശ്വസിച്ചവർക്ക്? അപ്പല്ലോസിനെ അല്ല, യേശുക്രിസ്തുവിനെയും ക്രിസ്തുവേശുവിൻ്റെ മാർഗത്തെയും കർത്താവിൻ്റെ വചനത്തെയും സത്യസുവിശേഷത്തെയും വിശ്വസിച്ചവർക്ക് ഈ അപ്പല്ലോസ് വളരെ പ്രയോജനമായി തീർന്നു. അപ്പം ഞാനിന്ന് ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
സ്വർഗം എന്നോട് പറയുകയായിരുന്നു, നമുക്ക് ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ പ്രയോജനമായി തീർന്നില്ലെങ്കിൽ ജീവിതം അങ്ങോട്ട് എത്തത്തില്ല പ്രിയപ്പെട്ടവരെ. എത്ര മിടുക്കരാണെങ്കിലും എത്ര ധന്യരാണെങ്കിലും ആയുസ്സിൽ നമുക്കൊരുപാട് ബന്ധങ്ങൾ കിട്ടും, ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടും, ഒത്തിരി ആളുകളെ കണ്ടുമുട്ടും, ഒരുപാട് ആളുകൾ നമ്മുടെ മുകളിലും നമ്മുടെ കീഴെയായിട്ടൊക്കെ ഉണ്ടാവും. ഇവരിൽ എത്ര പേർ നമുക്ക് പ്രയോജനപ്പെടും എന്നതൊരു വിഷയമാണ്. നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? അപ്പൻ, അമ്മ, അമ്മായിയപ്പൻ, അമ്മായിയമ്മ, നാത്തൂൻ, ഭാര്യ, ഭർത്താവ്, മക്കൾ, മരുമക്കൾ, സുഹൃത്തുക്കൾ, ഇങ്ങനെ ഒത്തിരി പേരുണ്ടല്ലോ. കർത്തൃദാസന്മാർ, സഭാജനങ്ങൾ, എന്തോരം പേരാണ് നമ്മുടെ ചുറ്റും. ഒരു ലിസ്റ്റ് എഴുതി നോക്കാൻ പറ്റുമെങ്കിൽ എഴുത്. നമ്മുടെ ചുറ്റും നമ്മളുമായിട്ട് ബന്ധമുള്ള എത്ര പേരാണ്? ഇങ്ങനെ ഒരേ ലിസ്റ്റ് എഴുത്. നമ്മുടെ അപ്പൻ്റെ വീട്ടിൽ, അമ്മയുടെ വീട്ടിൽ, ഭാര്യ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ, സുഹൃത്ത് വലയത്തിൽ, സഭയിൽ ഒക്കെ അടുപ്പമുള്ളവർ. ഇതിനകത്ത് എത്ര പേര് നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട്? ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വന്തം പിതാവ്, അങ്ങനെ ഒരാളുണ്ട്, ഒരു പ്രയോജനമില്ല. അമ്മ, അപ്പൻ പിന്നെ സമ്മതിക്കും, ചില വീട്ടിൽ അമ്മ ഭയങ്കരമാണ്, ഒരു പ്രയോജനമില്ല. ജീവിത പങ്കാളി യാതൊരു പ്രയോജനമില്ലാതെ പോയി. ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ള സത്യമാണ്, ഇല്ലാതിരുന്നെങ്കിൽ മതിയായിരുന്നു. മക്കൾ ഒരു ഗുണമില്ലാതെ പോയി. അപ്പോൾ നോക്കി, ഞാനിത് വിശദീകരിച്ച് പതുക്കെ ഇതിൻ്റെ പുറന്തോട് പൊട്ടിച്ച് പുറത്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ചിലരും കണ്ണ് നിറഞ്ഞേക്കാം. ശരിയാണ്, പ്രതീക്ഷിച്ച പലരും പ്രയോജനമില്ലാതെ പോയി, യാതൊരു ഗുണമില്ലാതെ പോയി. ഇവിടെ എല്ലാവരും എല്ലാവർക്കും പ്രയോജനപ്പെടുകയല്ല, പക്ഷെ പ്രയോജനപ്പെടേണ്ടവർ പെടണമല്ലോ. കർത്തൃദാസന്മാർ, പ്രാർത്ഥിക്കുന്നവർ, ഒത്തിരി സ്നേഹിച്ചവർ, നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമെന്ന് വിചാരിച്ചവർ, അതിനുവേണ്ടി നമ്മൾ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തവർ, നമ്മൾ വിസ എടുത്ത് കൊണ്ടുപോയവർ, നമുക്ക് ഗുണമാകുന്ന ഒത്തിരി പേർ പ്രയോജനമില്ലാതെ പോയി. ഇവിടെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നത് ഞാൻ ചിന്തിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, കൂടുതൽ തലപോയൊന്നും വേണ്ട, കൂടുതൽ അതിനു വേണ്ടി ചകയും വലിയ കുത്തിക്കുഴിക്കൊന്നും വേണ്ട, അവിടെ ശ്രദ്ധിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ഇത്രേ പറഞ്ഞോളൂ, എടാ, എന്നെ വിശ്വസിക്കുന്നവർക്ക്, അഥവാ ഈ അപ്പൊല്ലോസിനെ അല്ല, യേശുക്രിസ്തുവിനെ നീ വിശ്വസിച്ചാൽ, എന്നോട് കർത്താവ് പറഞ്ഞ കാര്യമാണ്, കർത്താവായ യേശുവിനെ നീ വിശ്വസിക്കാൻ തുടങ്ങിയാൽ, എൻ്റെ വചനം നീ വിശ്വസിക്കാൻ തുടങ്ങിയാൽ, എൻ്റെ സുവിശേഷം നീ വിശ്വസിക്കാൻ തുടങ്ങിയാൽ, എൻ്റെ വാക്കും കൽപ്പനകളും നീ വിശ്വസിക്കാൻ തുടങ്ങിയാൽ, നിനക്ക് ആര് വളരെ പ്രയോജനമാകണമെന്ന് നിശ്ചയിക്കുന്നത് ഞാനാണ്. പിന്നെ നിശ്ചയങ്ങളൊക്കെ എൻ്റേതാണ്, നിൻ്റേതല്ല. അയ്യോ, ഞാൻ ആ കാര്യത്തിൽ ദൈവസന്നിധിയിൽ അമർന്നിരുന്നു പോയി. ഞാൻ നിങ്ങളോടും പറയാം, ഗ്രഹിക്കാമെങ്കിൽ ഗ്രഹിച്ചോ. നമ്മൾ വിചാരിച്ച പലരും നമുക്കൊരു പ്രയോജനം ഇല്ലാതെ പോയി. അതുകൊണ്ട് ജീവിതം തോറ്റെന്നോ പരാജയത്തിലായെന്നോ നീ ഇനി ജീവിച്ചിട്ട് കഥയില്ലെന്നോ ഒന്നും വിചാരിക്കണ്ട. എന്നോട് കർത്താവ് പറഞ്ഞ കാര്യം പച്ചയ്ക്ക് വെള്ളം ചേർക്കാതെ ഞാൻ അങ്ങോട്ട് പറയുക. എൻ്റെ പൊന്നുമോളെ, എൻ്റെ പൊന്നു സഹോദര, നീ വിചാരിച്ച പലരും, നീ സ്നേഹിച്ച പലരും, നീ കരുതിയ പലരും, നീ കഴുത്ത് വെച്ച് കൊടുത്തതുപോലെ ജീവിതം വെച്ച് കൊടുത്ത പലരും ഒരു പ്രയോജനമില്ലാതെ പോയി. ഇനി എന്നാ ചെയ്യും, ഇതാരോട് പറയും എന്നോർത്ത് ദുഃഖിക്കുമ്പോൾ മറുഭാഗത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, യേശുക്രിസ്തുവിനെ നാം വിശ്വസിക്കാൻ തുടങ്ങിയാണ്. സംശയലേശമെന്നെ കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വചനങ്ങളും പ്രമാണങ്ങളും ദൈവത്വവും നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിശ്ചയിക്കുകയാണ്, ഇന്നാര് 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 നിൻ്റെ ഇന്ന കാര്യത്തിന് പ്രയോജനപ്പെടട്ടെ. അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചു. ഞാൻ എൻ്റെ മനസ്സിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം തന്നെ നടത്തി. ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലരും എൻ്റെ ആപത്ഘട്ടത്തിൽ, എൻ്റെ ഞെരുക്കത്തിൽ, ആരോടും പറയാത്ത കണ്ണുനീരിൻ്റെ താഴ്വരയിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വളരെ പ്രയോജനപ്പെടുത്തിയ പലരും നിങ്ങളുടെ ഇടയിൽ, ഇത് കേൾക്കുന്നവരുടെ ഇടയിലുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാലോ ആരായിരിക്കും, എപ്പോഴായിരിക്കും എന്ന്. നിങ്ങളൊരു ചെറിയ കാര്യമായിരിക്കും ചെയ്തത്, പക്ഷേ എന്നെ സംബന്ധിച്ചത് വളരെ വലിയ കാര്യമാണ്. അത് ചെയ്യിപ്പിച്ചത് കർത്താവാണ്. ഞാൻ അതിനു വേണ്ടി മുടക്കിയത്, നിങ്ങളെ അച്ചാച്ച ആൻറ്റി വിളിച്ചൊന്നും ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസിച്ചു, സംശയിക്കാതെ വിശ്വസിച്ചു. എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിതം വെച്ചു കൊടുത്തു. ഇപ്പോൾ 10, 35, 38 വർഷമായി എനിക്ക് വളരെ പ്രയോജനപ്പെട്ടവരുടെ ലിസ്റ്റ് എടുത്താൽ
ഒരു 200 പേജിൻ്റെ ബുക്കിൽ തികയില്ല. ഇവരാരും ജന്മം കൊണ്ട് കൂടിക്കാണേണ്ടവരല്ല ഞാനുമായി. പക്ഷെ ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ഈ ലോകത്തിൽ ഒരുപാട് പേരെ ദൈവം പ്രയോജനപ്പെടുത്തും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർമാർ, വിശ്വാസികൾ, വിദേശത്തുള്ളവർ, അഭിഷിക്തന്മാർ, അമ്മമാരെ പോലെ സ്നേഹിക്കുന്നവർ, പണം തരാൻ മനസ്സുള്ളവർ, കൂടെ നിർത്തിയവർ, ആശ്വസിപ്പിച്ചവർ, വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയവർ, വിദേശത്തൊക്കെ ചെന്നപ്പോൾ അവർ കിടന്ന മുറിയിൽ നിന്ന് തിണ്ണയിൽ പോയി കിടന്നിട്ട് അവരുടെ ബെഡ്റൂമും വിട്ടു തന്നവർ. അയ്യോ, എത്രയോ ആളുകൾ ജീവിതത്തിൻ്റെ പ്രധാന ഘട്ടങ്ങളിൽ എനിക്ക് വളരെ പ്രയോജനപ്പെട്ടെന്നറിയോ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും വചനത്തിൽ നിന്നും പറയുന്നു, സഹോദരങ്ങളെ, ജീവിതം തീർന്നിട്ടില്ല. ഈ ലോകത്തിലെല്ലാവരും ശത്രുക്കളല്ല. ഈ ലോകത്തിലെല്ലാവരും കണ്ണടച്ചു പോകുന്നവരല്ല. നാം പ്രയോജനപ്പെടുന്നവരെ തപ്പി നടക്കുന്നതിനേക്കാൾ നല്ലത് എനിക്കാര് നന്മ ചെയ്യുമെന്നോർത്ത് രാവിലെ മുതൽ വീട് കയറി ഇറങ്ങി നടക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഫോണെടുത്ത് വെച്ച് കുത്തി എന്നെ ഒന്ന് കാണാമോ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ, എൻ്റെ വീട്ടിലൊന്ന് വരാമോ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിട്ട് കർത്താവിൻ്റെ കാൽക്കൽ വീണ്ട് പറയണം, ഞാൻ അങ്ങേ വിടില്ല, ഞാൻ അങ്ങേ വിശ്വസിക്കും, എൻ്റെ മരണം വരെ വിശ്വസിക്കും, ചത്താലും വിശ്വസിക്കും. ഇയ്യോബിനെ പോലെ പറയണം, ഇല്ല, നിങ്ങളെന്നെക്കുറിച്ച് എന്തൊക്കെ പറയിപ്പിക്കാൻ നോക്കിയാലും ഞാൻ പറയില്ല. എൻ്റെ നാഥനെ, എൻ്റെ ഗുരുവിനെ, എൻ്റെ അപ്പനെ, എൻ്റെ കർത്താവിനെ ഞാൻ വിശ്വസിക്കും. ആരെതിർത്താലും വിശ്വസിക്കും, അനുസരിക്കും, അംഗീകരിക്കും. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്നാൽ നിങ്ങൾ വിചാരിക്കാത്ത ആളായിരിക്കും ഏറെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണ വേളയിലെ കൂടെ നടന്ന് മക്കളെപ്പോലെ വളർത്തിയ 12 പേരും യൂദ ഒറ്റിക്കൊടുത്തിട്ട് ബാക്കി 11 പേരും ഗദസമനയിൽ വെച്ച് ഓടിപ്പോയി. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു, ആരുമില്ലായിരുന്നു. യോഹന്നാൻ മാത്രം ആ മലയുടെ താഴ്വാരത്തെങ്ങാണ്ടും വന്നു നിന്നു. പത്രോസ് വിചാരണ വേളയിൽ വളരെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് പേടിച്ചോടിപ്പോയി, ആരുമില്ലായിരുന്നു. പക്ഷേ അരിമത്തിയിലെ യോസേപ്പും യഹൂദൻ്റെ റബിമാരിൽ ഒരാളായിരുന്ന നിക്കോദിമോസും കർത്താവിൻ്റെ മരണവേളയിൽ, ശവസംസ്കാര വേളയിൽ ഏറെ പ്രയോജനപ്പെട്ടു. നിങ്ങൾ വിചാരിക്കാത്ത ഉന്നതന്മാരെ നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രയോജനപ്പെടുത്താൻ നിങ്ങളുടെ സങ്കടവേളയിൽ, നിങ്ങൾ ക്രൂശേ കിടക്കുമ്പോൾ, നിങ്ങൾ വിധി കാത്ത് നിൽക്കുമ്പോൾ എൻ്റെ കർത്താവ് കരുതി വച്ചിരിക്കും. അതിനൊറ്റ മാർഗമുള്ളൂ, എൻ്റെ ഇഷ്ടമല്ല, സ്വർഗത്തിലെ അപ്പൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് വിധേയപ്പെടുത്തുക. ബാക്കി ദൈവം ചെയ്യും. കടഭാരം, ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളുടെ വിവാഹം, ബാങ്കിൽ അടയ്ക്കാനുള്ള പണം, കുടുംബജീവിതത്തിൻ്റെ വേദന, പ്രയാസം, ഇതെല്ലാം ഉണ്ട്. നിങ്ങൾ കാശ് കൊടുത്ത വക്കീൽ നിങ്ങളെ ചതിക്കും. നിങ്ങൾ പണം കൊടുത്ത ആശുപത്രിക്കാർ ചിലപ്പോൾ അവസാനം പറയും ഇനി ഒന്നും ചെയ്യാനില്ല. പക്ഷെ കൈയൊഴിയാത്തൊരു ദൈവം, ആ ദൈവത്തെ വിശ്വസിച്ചാൽ ആപത്ത് വേളയിൽ, അപകടവേളയിൽ വളരെ പ്രയോജനപ്പെടാൻ ചിലരെ ദൈവം കരുതിയിരിക്കും. ഇനി ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ലോകത്തിൽ ഈ ദൂത് കേൾക്കുന്ന ചിലർക്ക് ഈ മാസം ചിലരെ ശരിക്കും ദൈവം പ്രയോജനപ്പെടുത്തിയെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പാ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൊന്നു കർത്താവേ, എൻ്റെ രക്ഷിതാവേ, അവിടുത്തെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വേളയിൽ ഞങ്ങൾ വിചാരിക്കാത്തവരെ ഞങ്ങൾക്ക് വളരെ 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 പ്രയോജനപ്പെടാൻ ഈ പ്രത്യേക സമയത്ത്, കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നിടത്ത്, ദൂരത്തായിരിക്കുന്നിടത്ത് വളരെ പ്രയോജനപ്പെടാൻ ചിലരെ ഒരുക്കുന്ന ദൈവത്തിന് നന്ദി. തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. തിരുകൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു. വളരെ പ്രയോജനപ്പെടേണ്ട ചില അപ്പൊല്ലോസ്മാരെ ഇത് കേൾക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം ഒന്ന് അയച്ചേക്കണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.